ഹായ് നമസ്കാരം. എൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, ഏത് ആപ്പിൽ കൂടെയാണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്ത് മ്യൂസിക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം Anchor.fm എന്ന് പറയുന്ന ആപ്പാണ്. നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് മ്യൂസിക് കൊടുത്ത് അപ്ലോഡ് ചെയ്യാം. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡിയും പേരും ഒരു യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ആങ്കറിൽ കൂടെ റെക്കോർഡ് ചെയ്യുന്ന പോഡ്കാസ്റ്റ് ആങ്കർ തന്നെ ഒരു 10 പ്ലാറ്റ്ഫോമുകളിലേക്ക്, അതായത് 10 ആപ്പുകളിലേക്ക്, ഇങ്ങനെയുള്ള പോഡ്കാസ്റ്റിംഗ് ആപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏകദേശം 10 ആപ്പുകളിലേക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് ഷെയറായി പോകും. പിന്നീടുള്ളത് നമുക്ക് മാനുവലായിട്ട് ചെയ്യാൻ പറ്റും. മാനുവലായിട്ട് തന്നെ നമുക്ക് വേറെ കുറേ അധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പോൾ ആക്ച്വലി. പിന്നെ ഗൂഗിൾ പോഡ്കാസ്റ്റ് ഉണ്ട്. ഗൂഗിൾ പോഡ്കാസ്റ്റിലോട്ടെല്ലാം സ്പോട്ടിഫൈ, ഗൂഗിൾ പോഡ്കാസ്റ്റ്, അങ്ങനെ കുറച്ച് 4-5 നമ്മുടെ ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്ന ഒരു 5 ആപ്പുകളും പിന്നീട് വേറെ 5 ഫോറിൻ ആപ്പുകളുമാണ്. ഇപ്പോൾ ഈ 10 ആപ്പുകളിലേക്ക് ഇവർ തന്നെ നമ്മുടെ വോയിസ് എല്ലാം, അതായത് പോഡ്കാസ്റ്റ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് നമുക്ക് ഗൂഗിൾ പോഡ്കാസ്റ്റിലോട്ട് തന്നെ ഇവർ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നല്ലൊരു കാര്യം. പിന്നെയുള്ളത് Gaana.com, പിന്നെ Jio7, ഇതിലേക്കൊക്കെ നമുക്ക് മാനുവലായിട്ട് നമ്മുടെ പോഡ്കാസ്റ്റ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസും അതിനകത്തുണ്ട്. അപ്പോൾ കൂടുതൽ പോഡ്കാസ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒന്ന് പഠിക്കുക. കാരണം ഇനിയുള്ള കാലങ്ങളിലെല്ലാം പോഡ്കാസ്റ്റ് എല്ലാം കുറേ കൂടി ആൾക്കാർക്ക് ഫെമിലിയറായിട്ട് വരുന്നുണ്ട്. കേൾക്കാനൊക്കെ ആൾക്കാർക്ക് കൂടുതൽ സമയം കിട്ടും പോഡ്കാസ്റ്റ് കേൾക്കാനായിട്ട്. വീഡിയോ കാണുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് എന്നാണ് അതൊരു പഠനം നടത്തിയിട്ടുള്ളത് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ നല്ല എന്തെങ്കിലും കണ്ടൻറ്റുകൾ, എഡ്യൂക്കേറ്റീവായിട്ടുള്ള കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്കും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആങ്കറിലൂടെ, അതായത് Anchor.fm നിങ്ങൾക്കും ഷെയർ ചെയ്യാം. അപ്പോൾ ട്യൂൺ ഇൻ Anchor FM, എല്ലാവർക്കും അതൊന്ന് ട്യൂൺ ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് Anchor ആപ്പ് ആൻഡ് സ്റ്റാർട്ട് പോഡ്കാസ്റ്റിംഗ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീയിങ് എ ഡയറക്ടർ എന്നാണ് ടോപ്പിക്ക്. അതായത് ഒരു ഡയറക്ടർ ആവണതിന് മുമ്പാണെങ്കിലോ ആയി കഴിഞ്ഞാലോ ബീയിങ് എ ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു കാര്യം. അത് എങ്ങനെയാണ് നമ്മൾ ഒരു ഡയറക്ടറായി കഴിയുമ്പോൾ നമ്മുടെ വിഷൻസ് എങ്ങനെ വേണം, അല്ലെങ്കിൽ നമ്മുടെ പുറത്തോട്ടുള്ള പുറം കാഴ്ചകളെ നമ്മൾ ഏത് രീതിയിലാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, കൺസീവ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലെ ഫസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത് സ്ട്രോങ് വിഷനാണ്. അതായത് നമ്മുടെ വിഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ആർട്ട് ഫോമാണ് സിനിമ. അതായത് വിഷൻ ഇല്ലാതെ നമുക്കതൊരു സിനിമയാക്കി അല്ലെങ്കിൽ ഫിലിമിലേക്ക് പകർത്താൻ പറ്റില്ല. അതായത് നമ്മുടെ വിഷൻ സ്ട്രോങ് ആണ് എന്ന് നമുക്ക് തന്നെ തോന്നുമ്പോഴാണ് നമ്മൾ സിനിമ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ വെരി സ്ട്രോങ് ആണ്. അത് ഈ മറ്റുള്ളവർ കണ്ടു കഴിയുമ്പോൾ ഈ ഐഡിയ വളരെ നല്ല ഐഡിയ ആണെന്ന് ആക്സെപ്റ്റ് ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യും എന്നെല്ലാം ഒരു മുൻധാരണ നമുക്ക് ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മളും സിനിമ സിനിമയായിട്ട് ആ ഒരു വിഷനെ കൺവേർട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മൾ തന്നെ ബിലീവ് ചെയ്യണം നമ്മുടെ ഐഡിയ വളരെ സ്ട്രോങ് ആണെന്ന്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഐഡിയ വീക്കാണ് എന്ന് തോന്നിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു സിനിമ ചെയ്യാനായിട്ട് മുന്നോട്ട് പോകരുത്. ദാറ്റ്സ് വൈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ട്രോങ് വിഷൻ എന്ന ഒരു ഇത് നമുക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻറ്റ് ഇൻ ഐഡിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഐഡിയയുടെ മേലെ തന്നെ നമുക്ക് വളരെ കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കണം. കാരണം പല ആൾക്കാരും നമ്മളിപ്പോൾ ഒരു ഐഡിയ പറയുകയാണെങ്കിൽ ആ ഐഡിയ നല്ലതല്ല, വേറൊരു ഐഡിയ ആണ് നല്ലത് എന്ന് പറയാൻ ഒരു തേർഡ് പേഴ്സൺ കൊണ്ട് ഈസി ആയിട്ട് പറ്റും. പക്ഷേ അവരെ കൊണ്ട് ഒരിക്കലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവർ പറഞ്ഞ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മുടെ ഐഡിയ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ തിങ്ക് ചെയ്യുന്നത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ
ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അതൊരു ഇപ്പോൾ സംടൈം ഇപ്പോൾ നമ്മൾ പറയുകയാണ്, വേറൊരാൾ പറഞ്ഞു നല്ലൊരു ഐഡിയ പറഞ്ഞു, ചിലപ്പോൾ നമ്മുടെ ഐഡിയ ഫ്ലോപ്പായി, ചിലപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ അതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയില്ല. പക്ഷേ ഒരിക്കലും അതൊരു ബാഡ് ഐഡിയ ആയിരുന്നില്ല, അത് ഒരു ലേണിംഗ് പ്രോസസ്സായിട്ട്, ആ മിസ്റ്റേക്കിൽ നിന്ന് നിങ്ങൾ ലേണിംഗ് പ്രോസസ്സായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഐഡിയ തന്നെ പെർഫെക്റ്റ് ഐഡിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ വിഷന് വേണ്ടി അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബി കൊളാബറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ പ്ലേ അല്ല. ഇൻഡിവിജ്വൽ പ്ലേ ആവുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ അവസാനമായി കഴിയുമ്പോൾ അത് ഡയറക്ടറുടെ സിനിമയാവുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഡയറക്ടറുടെ സിനിമ ആവുന്നതിന് മുമ്പ് അതിൽ ഒരു കൊളാബറേറ്റീവ് വർക്കുകൾ, വളരെയധികം കൊളാബറേഷൻസ് നടക്കുന്നുണ്ട്, പല രീതിയിലും കൊളാബറേഷൻസ് നടക്കുന്നുണ്ട്. അതായത് പല ആൾക്കാരുടെയും സഹകരണം ഇല്ലാത്തൊരു സിനിമ ഉണ്ടാവില്ലല്ലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഏത് സിനിമയുടെ പല ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്രിയേറ്റീവ് റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡയലോഗ് റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഇപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ആൾക്കാരുമായിട്ട് കൊളാബറേറ്റീവ് ആയി കഴിയുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അല്ലാതെ ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് എനിക്കൊരു സിനിമ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടാണ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു സിനിമ കൊളാബറേറ്റീവായിട്ട് മാത്രമേ സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം. പിന്നത്തെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ബി റെസ്പെക്റ്റ്ഫുൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് റെസ്പെക്റ്റ് കിട്ടും എന്ന ഒരു തോട്ട് നമുക്കിവിടെ സിനിമ മേക്കിങ്ങിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഈസി ആയിട്ട്. കാരണം ബി റെസ്പെക്റ്റ്ഫുൾ, എല്ലാവരുമായിട്ടും നമ്മൾ എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുക, സിനിമ നമ്മുടെ കൂടെയുള്ളവരുമായിട്ടും നമ്മളെ കൊളാബറേറ്റ് ചെയ്യുന്നവരുമായിട്ടൊക്കെ ഒരു റെസ്പെക്റ്റ്ഫുൾ രീതിയിൽ ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ആ സിനിമ പ്രൊജക്റ്റ് വളരെ നന്നായിട്ട്, വളരെ ഹാപ്പിലി നമുക്ക് തീർക്കാൻ പറ്റും. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. എല്ലാവരുമായിട്ട് വളരെ നല്ല ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ് സിനിമ മേക്കിങ്ങിലെ ഒരു കാര്യം. പിന്നെ സിനിമ മേക്കിങ്ങിലെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഈ ഒരു ടോപ്പിക്കിന് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീയിങ് എ ഡയറക്ടർ എന്ന് പറയുന്നതാണ്. ബീയിങ് എ ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ബി അവെയർ ഓഫ് ദ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് നമ്മൾ എന്താണെങ്കിലും ഒരു പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഇട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അതായത് അതിനകത്തൊരു പ്രൊഡ്യൂസർ ഉണ്ടാവും, ചിലപ്പോൾ പ്രൊഡ്യൂസർ ഉണ്ടാവില്ല, നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണെങ്കിലും ഒരു ബഡ്ജറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എപ്പോഴും ഈ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു ധാരണ നമ്മൾ ഉണ്ടാക്കണം. പെട്ടെന്ന് ഐഡിയാസ് ചേഞ്ച് ആവുന്നു, പെട്ടെന്ന് നമ്മൾ മുന്നേ അതായത് പ്ലാനിങ് ഉണ്ടായിരിക്കണം. പ്ലാനിങ് ഉണ്ടായാൽ മാത്രമേ ഈ ബഡ്ജറ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന ദിവസം ഇത്ര ദിവസം നമ്മളിവിടെ ഷൂട്ട് ചെയ്യും, ഇത്ര ദിവസം ഇവിടെ ഷൂട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നതിന് ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. ഇത്ര ഫുഡ്, ഇത്ര താമസിക്കാൻ, ഇത്ര, അങ്ങനെ ഓരോരുത്തരുടെ പേയ്മെൻറ്റ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ബഡ്ജറ്റ് ഉണ്ടാവും. ഈ ബഡ്ജറ്റ് നമ്മൾ മാറാതെ നോക്കണം എപ്പോഴും. അതായത് എപ്പോഴും ഒരു പ്രൊഡ്യൂസറുടെ അടുത്താണെങ്കിൽ, ഒരു തേർഡ് പേഴ്സൺ അതായത് പ്രൊഡ്യൂസർ നമുക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിനോടും നമുക്കൊരു റെസ്പെക്റ്റ്ഫുള്ളുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ബഡ്ജറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള. പെട്ടെന്ന് നമുക്ക് ഐഡിയാസ് വരും, മനുഷ്യനാണ്, പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റീവായി നമുക്ക് കുറേയും കൂടി ഇങ്ങനെ സാധനങ്ങൾ ചെയ്യണം, നമുക്ക് കുറേ ആ സീൻ കുറേയും കൂടി നന്നാക്കി ചെയ്യണം എന്നൊക്കെ തോന്നും. അത് ശരിയാണ്. പക്ഷേ എപ്പോഴും ഒരു അവെയർ ഓഫ് ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. ബഡ്ജറ്റിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കി ഇരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ മേക്ക് ഫിലിംസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പയർ ആകുക, ഇൻസ്പയറിങ്, അതായത് വേറെ അവർക്ക് വേണ്ടിയിട്ട് കൂടെ, അതായത് നമ്മുടെ തോൽവി വേറെ ആൾക്കൊരു ഇൻസ്പയർ ആകും തീർച്ചയായിട്ടും. അതായത് നമ്മൾ ശ്രമിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ആരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അതായത് റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിനിമ ഡയറക്ടറായി കഴിയുമ്പോൾ അയാളെ പല ആൾക്കാരും ഇൻസ്പയർ ആകും.
അപ്പോൾ ആ ഇൻസ്പയർ ചെയ്യണമെങ്കിൽ ഇൻസ്പയർ ആവുന്ന ആളുടെ സ്വഭാവത്തിലും, അതായത് അയാളുടെ ബിഹേവിയറിലും അയാളുടെ സിനിമയോട് കാണിക്കുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ അയാൾ സിനിമയോട് കാണിക്കുന്ന ഒരു രീതി, അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇതിനകത്ത് പറയാൻ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത പോഡ്കാസ്റ്റിൽ ഞാനത് വീണ്ടും പറയാം. അപ്പോൾ എൻ്റെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നൊക്കെയാണെങ്കിൽ എൻ്റെ ഇമെയിൽ ID sidesh@gmail എന്ന ഇമെയിൽ IDയിലേക്ക് അയയ്ക്കുക. പിന്നെ എൻ്റെ IMDb ഒരു അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് കുറേ സിനിമകൾ, ഞാൻ മുമ്പ് ചെയ്ത സിനിമകളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ പോഡ്കാസ്റ്റിലുള്ളത്. അടുത്ത പോഡ്കാസ്റ്റായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.